അല്ലേ ഈ ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ ഇതിലൊരു പറച്ചിലുണ്ട്, കുടുംബത്തിൽ സ്വന്തമായിട്ടൊരു അച്ഛനുണ്ടായാൽ നല്ലതാന്ന് പറയേ. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ ഒരു സന്യാസി ഉള്ളതാണ് നല്ലത് തന്നെ കേട്ടോ. അത് സ്വന്തമായിട്ടൊരു അമ്മാവൻ വന്നിട്ട് മതി കേട്ടോ. മാർക്ക് എന്താ അമ്മാവ് ഉദ്ദേശം? ഈ വേഷത്തിന്റെ ഉദ്ദേശം എന്താണ്? ഇതെന്താ ഇതിങ്ങനെ ഇതിട്ടുണ്ടാകണം? ഇത് കൊള്ളാം, നന്നായിട്ട് ചേരണുണ്ട് തങ്കം. ക്ലീറ്റോ മിണ്ടാതിരുന്നേ. ക്ലീറ്റോ അമ്മാവിന്റെ അടുത്ത് മാറ്റിക്കേ. എന്തിനാ? അമ്മാവൻ ഇത് എന്ത് വട്ടൊക്കെ കാണിക്കുന്നത്? സന്യസിക്കാൻ പോവാൻ ഈ പ്രായത്തില്? ഈ പ്രായത്തിലാണ് സന്യസിക്കേണ്ടത്. കുടുംബം കുട്ടികളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് വയസ്സുകാലത്ത് ഭഗവാനിൽ അർപ്പിക്കാൻ വേണ്ടി അമ്പലങ്ങൾ മുഴുവനും പ്രാർത്ഥന ചൊല്ലിയിട്ട് ഇരിക്കാന്ന് കരുതിയിരുന്നതാ. അതിനൊരു മനസ്സുഖം വേണ്ടേ? അത് തരില്ല എന്ന് വെച്ചാ ഇതിപ്പോ കനകന്റെ അവിടെ എന്തോ പ്രശ്നം ഉണ്ടായി, അത് തന്നെ ചുമ്മാ ഇങ്ങോട്ട് വന്നു. എന്ത് പറ്റി? അതെന്താ പറഞ്ഞു? കനകനാ പിന്നെ വെറുതെ എന്നെ കൊണ്ട് വേഷം കെട്ടെടുപ്പിക്കരുത്. ഈ വേഷാണ്ട് മാറിക്കഴിഞ്ഞാലേ ഞാൻ പഴയ അഴകേശനാവും. ഓരോ കുരുത്തക്കോട് ഒപ്പിച്ചിട്ട് എന്നിട്ട് പോയാ കണ്ടാ വക്കീലിനെ കണ്ടാ ഡൈവേഴ്സ് നോട്ടീസ് ഒപ്പിട്ട് കൊടുത്താ. കുടുംബമുള്ളവർക്കടാ കുടുംബത്തിന്റെ വിഷമം അറിയും. അതില്ലാതെ ഞാൻ കിടന്ന് അലയണത്. അമ്മ കാര്യം പറ, ആരുടെ ഡൈവേഴ്സിയുടെ കാര്യം അമ്മ പറയണേ? അപ്പൊ ഇപ്പോഴല്ലേ ഇന്നലെ എന്റെ ഫോൺ ചെയ്ത് പറഞ്ഞത് അച്ഛനും അമ്മയും ഭയങ്കര തല്ലാണ്, രണ്ടുപേരും പിരിയാൻ തീരുമാനിച്ചു, നാളെ രാവിലെ വക്കീലിനെ കാണാൻ പോവും, അപ്പൂപ്പൻ എത്രയും പെട്ടെന്ന് ഓടി വന്നു വന്നിട്ട് എന്ത് അമ്മാവനെ എങ്ങനെ ഇവിടെ വരുത്തി കാണിച്ചു തരാന്ന് പറഞ്ഞ അവൾ ഇന്നലെ വെച്ചുവെച്ചേ. അവളെ ബുദ്ധിയായത് ഭയങ്കര സംഭവം തന്നെ കേട്ടോ. നന്റെ വിത്ത് ഇതും ചെയ്യും, അതിന്റെ അപ്പുറം ചെയ്യും. അല്ല യാത്ര മുടങ്ങിയല്ലോ ഭഗവാൻ. വേറെ കാര്യം, ഇത്രയും ദിവസമായിട്ട് ഞങ്ങളെ കുറിച്ചൊന്നും ഓർമ്മിച്ചില്ലല്ലോ. അത് ശരിയാ, ഇതുവരെ എന്നെ ഒന്ന് നോക്കാൻ അപ്പൂപ്പന് തോന്നിയില്ലല്ലോ. ആ കൊച്ചു എത്ര ദിവസം സ്വപ്നത്തിൽ കിടന്ന് ഞെട്ടി വിടുന്ന അപ്പൂപ്പാന്നും പറഞ്ഞു. പിന്നെ ഉരുണ്ട് കളിക്കണ്ട. എല്ലാവരും കൂടിയിട്ട് ഒരു നല്ല തീർത്ഥയാത്ര പോകേണ്ടതായിരുന്നു. അത് എല്ലാം നിർത്തിക്കോ. ഈ കാഷായ വേഷമൊക്കെ അഴിച്ചു വെച്ചോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ അമ്മാവനെ വേണം. നിങ്ങൾക്ക് അമ്മാവനെ വേണം, പക്ഷെ എനിക്കൊരു മനസ്സുഖം വേണ്ടേ? ഞാൻ തീരുമാനിച്ചു, എന്തായാലും ഇന്ന് മുടങ്ങി, നാളെ തന്നെ ഞാൻ ഹിമാലയത്തിലേക്ക് പോകും. വേറൊരു കാര്യം അമ്മ, ഞാനൊരു കാര്യം ഓർമ്മിക്കുക. ഈ എന്തായാലും തീർത്ഥയാത്രയും കാഷായക്കേട് എല്ലാം ഉപേക്ഷിച്ച് പോകണം. ആ സ്വർണ്ണമാല അത് അങ്ങോട്ട് കൊണ്ടുപോകില്ല, അതോടെ കയറ്റൂല. അത് അഴിച്ചും കൊടുക്കും, കൊച്ചു നോക്കാട്ട് കൊടുക്കും. എവിടെ പോവാന്ന് പറഞ്ഞേ? ഹിമാലയം. പാളയ മാർക്കറ്റ് പോലെ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് വേണം പോവാൻ. എന്തായാലും പോവല്ലേ ഒരു നല്ല കാര്യത്തിന്. നീ അതും പറയും, അതിന്റെ അപ്പുറവും പറയും. ഞാൻ തീർത്ഥാടനത്തിന് പോവേ, ഇനി എവിടെ കിടന്ന് ചത്താലും എനിക്ക് കുഴപ്പമില്ല. എന്റെ സ്വത്ത് കിട്ടുന്ന വെച്ചിട്ടല്ലേ. അത് മുഴുവനും ഞാൻ അനാഥാലയത്തിന് എഴുതി വെച്ചിട്ടാണ് തീർത്ഥാടനത്തിന് പോണത്. ഇവിടെ ഞങ്ങൾ കുറെ അനാഥകളൊക്കെ ഉള്ളതല്ലേ. അമ്മാവന് എന്ത് സ്വത്ത് എഴുതി ആർക്ക് വേണമെങ്കിലും കൊടുത്തോ, അതൊന്നും ഇവിടെ പ്രശ്നമല്ല. മര്യാദക്ക് ഈ വേഷം അഴിച്ചു വെച്ചിട്ട് പഴയ അഴകേശൻ അമ്മാവനായിട്ട് ഇവിടെ വന്നിരുന്നേ. ഇല്ലെങ്കിൽ ഞാൻ അമ്മേനെ ഇപ്പൊ വിളിക്കും. ആരെ വിളിച്ചാലും ശരി, അഴകേശനൊന്ന് തീരുമാനിച്ചു. ഹരഹരോ ഹരഹര.